നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. എല്ലാ കൊലപാതകങ്ങളും അപലപിക്കേണ്ടത് തന്നെ. മനുഷ്യജീവൻ എടുക്കാൻ ആർക്കും അധികാരമില്ല എന്നാവർത്തിച്ചുകൊണ്ട് അതിനുള്ള ന്യായീകരണത്തിന് ഒരു തരുമ്പും നൽകരുത് എന്ന വാശിയോടെ RSSുകാർ കൊല്ലപ്പെടുമ്പോൾ മാത്രം അഫ്സ്പ അടക്കം ഉന്നയിച്ച് ദേശീയ പ്രശ്നമാക്കാൻ ശ്രമവും ഗവർണറെ തെറിവിളിക്കുന്ന അപൂർവ സംഭവങ്ങൾക്കും പുറമെ വ്യാജ ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുന്നുവോ? ഇവിടെ പ്രാധാന്യം നൽകേണ്ട ആ വ്യാജ ദൃശ്യങ്ങൾക്ക് കൂടിയാണ്. വ്യാജസമ്മതിയുടെ നിർമ്മിതിയുടെ കാലത്ത് ഒരു സത്യാനന്തര ലോകം, സത്യത്തിന് ശേഷമുള്ള ഭീഷണി വ്യാപകമാകുമ്പോൾ അതും കൂടി ചർച്ചയാകണം. CPIM സംസ്ഥാന സെക്രട്ടറിയുടെ വേദിക്ക് നേരെ ബോംബാക്രമണം ഓർമ്മയുണ്ടോ ശ്രീ കുമ്മനത്തിന്? കാസർഗോഡ് മദ്രസ അധ്യാപകനെയും കൊടിഞ്ഞി ഫൈസലിനെയും കൊന്നതിന് മതിയായ കൊലയാളി വൈരാഗ്യ കാരണം പോലുമില്ലായിരുന്നു. അനന്തു എന്ന പഴയ RSSുകാരനായ മിടുക്കനായ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയെ കൊന്നതും തിരുവനന്തപുരത്ത് മകനെ തിരക്കിയെത്തിയിട്ട് കിട്ടാതെ അച്ഛനെ കൊന്നതും ഓർക്കുന്നത് നന്ന്. പിണറായി സർക്കാർ വന്നതിന് ശേഷം അത്തരത്തിൽ തൃശൂരിലെ കോൺഗ്രസ് നേതാവിന്റെ അടക്കം 10-ലധികം പേരെയാണ് RSSുകാർ കൊന്നത്, അഥവാ RSSുകാർ പ്രതിയായിട്ടുള്ളത്. അന്നൊന്നുമില്ലാത്ത അഫ്സ്പയും ദൃശ്യങ്ങളും ഇപ്പോൾ എവിടെ നിന്ന് വന്നു? ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും അടക്കം BJP ഭരിക്കുന്ന എത്രയിടത്ത് തീവ്രവാദാക്രമണങ്ങളുണ്ടായി? അവിടെയില്ലാത്ത അഫ്സ്പ ഇവിടെ എന്തിനെന്ന് ചോദിക്കാൻ രാഷ്ട്രീയ വിമർശകരുണ്ട് ഇവിടെ കേരളത്തിൽ. ഇതൊക്കെ നടക്കുമ്പോൾ പോലീസിനൊരു ധാർമ്മികതയുമില്ലേ, മാറ്റവുമില്ലേ എന്നതും ചർച്ച ചെയ്യണം. തീർച്ചയായും ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ആരിഫ് MLA, BJP നേതാവ് രാധാകൃഷ്ണ മേനോൻ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ഭാസുരേന്ദ്ര ബാബു, ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ എന്നിവരാണ്. തീർച്ചയായും ശ്രീ BJP നേതാവ് രാധാകൃഷ്ണ മേനോനിലേക്ക് തന്നെ ആദ്യം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, എന്ത് ആധികാരികതയാണ് കുമ്മനം പ്രചരിപ്പിക്കുന്ന വീഡിയോയ്ക്കുള്ളത് എന്നാണ് ഇന്ന് കോടിയേരി ചോദിച്ചത്. അത് സംബന്ധിച്ച് ശ്രീ കുമ്മനം രാജശേഖരൻ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. കൃത്യമായി അക്കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുന്നുവെന്നും ഇത് CPMനെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യമല്ലായിരിക്കും. കാരണം അവർ ഇതിനു മുൻപും കൊടിസുനി അടക്കം പല പ്രതികളെ വിധി വരുന്ന സമയത്തും ഇതേപോലെ അനേകം പ്രകടനങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളവരാണ്. അപ്പോൾ ഏതായാലും ഇതേ സംബന്ധിച്ച് കുമ്മനം രാജശേഖരൻ പറഞ്ഞിട്ടുള്ളത് തികച്ചും ഉത്തരവാദിത്വ ബോധത്തോടെ തന്നെയാണ്. അദ്ദേഹം അത് സംബന്ധിച്ചിട്ടുള്ള ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതല്ലാത്ത രീതിയിലാണ് എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടാനും തയ്യാറാണ് എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം ഇതേ സംബന്ധിച്ച് നമുക്ക് കൃത്യമറിയാമല്ലോ, ബിജുവിൻ്റെ വധം നടന്നത് വളരെ ആസൂത്രിതമായി പോലീസിൻ്റെ അടക്കം ഒത്താശയോടുകൂടി നടന്നിട്ടുള്ളതാണ് എന്നുള്ളതിന് ഇതിലും വലിയ ഒരു തെളിവിൻ്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ. കാരണം പോലീസ് പ്രൊട്ടക്ഷൻ പോലീസിൻ്റെ നിരീക്ഷണത്തിൻ്റെ പ്രൊട്ടക്ഷനിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. അപ്പോൾ അന്നേ ദിവസം ആ സംഭവം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മുതൽ അദ്ദേഹം പോകുന്ന വഴി എവിടെ പോയി, എങ്ങനെ പോയി എന്നൊക്കെയുള്ളതൊക്കെ കൃത്യമായി ട്രേസ് ചെയ്തുകൊണ്ട് വളരെ ആസൂത്രിതമായി ഇന്നോവ കാർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു ആക്രമണത്തിൽ കീഴ്പ്പെടുത്തി ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുന്നു. ആ തരത്തിൽ അതും കേരളം കണ്ടതിലെ വെച്ച് ഏറ്റവും നിഷ്ഠൂരമായ രീതിയിലുള്ള ഒരു കൊലപാതകം, കഴുത്തറുത്ത് മാറ്റുന്ന ഭീകരമായ നടപടിക്ക് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരുടെ ആ അക്ഷരാർത്ഥത്തിലുള്ള കാട്ടാളത്വം അവിടെ പ്രകടമാക്കിയിരിക്കുന്നു. അങ്ങനെ ആ കാട്ടാളത്വം പ്രകടമാക്കിയവർ വീണ്ടും അതിനെ തുടർന്ന് അവർ കാലങ്ങളായി ലക്ഷ്യമിട്ടിരുന്ന കാര്യം സാധിച്ചു എന്നുള്ളതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. ആ ആഹ്ലാദ പ്രകടനം ഒരു സ്ഥലത്ത് മാത്രമല്ല, മറ്റ് പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഒരു പ്രദേശത്ത് മാത്രമല്ല. അപ്പോൾ ഒരു പ്രദേശത്ത് നടന്നതിൻ്റെ ആണ് ശ്രീ കുമ്മനം രാജശേഖരൻ അത് സംബന്ധിച്ച് ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ കാട്ടാളത്വവും ഭീകരതയും കേരളത്തെ സംബന്ധിച്ച് പുതിയ കാര്യമല്ല. ഇത് ഒട്ടേറെ ദശാബ്ദങ്ങളായി കേരളത്തിൽ അവർ ആരംഭിച്ചിട്ടുള്ളതും തുടർന്നു വരുന്നതുമായ ഒരു കാര്യമാണ്. പക്ഷേ ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. തീർച്ചയായും ശ്രീ രാധാകൃഷ്ണൻ അവിടെയാണ്. അതായത് കൊലപാതകങ്ങളെല്ലാം നിഷ്ഠൂരമാണ്. താങ്കൾ പറഞ്ഞതുപോലെ കേരളം കണ്ടതിൽ വെച്ചേറ്റു RSSുകാർ മനോഹരമായൊന്നുമല്ലല്ലോ കൊല്ലുന്നത്. കൊലപാതകമെല്ലാം നിഷ്ഠൂരമാണ്. ആ അർത്ഥത്തിൽ തന്നെ ആ ചർച്ചയെ വികസിപ്പിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയത്തിന് അന്തിമമാകൂ. ഇവിടെ ഒരു കൊല നടന്നാൽ ഒരു മാതൃകാപരമായ രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത് തീർച്ചയായും അത്തരത്തിലൊരു സംഭവം പിന്നീട് ആവർത്തിക്കാത്ത തരത്തിലുള്ള
ഒരു ഗാന്ധിയൻ സർഗാത്മകതയിലല്ലേ അതിനെ പ്രചരിപ്പിക്കേണ്ടതും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടത്? മറിച്ച് കുമ്മനം എരുതിയിൽ എണ്ണ ഒഴിക്കുന്നു എന്നാണ് ഇന്ന് കോടിയേരിയുടെ ആക്ഷേപം, ആരോപണം. ഒന്നത്. രണ്ട്, കുമ്മനത്തിന് പറ്റിയ ശിഷ്യൻ എന്ന നിലയിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഒരു കൊലവിളിയും നടത്തിയിട്ടുണ്ട്. ഈ രീതിയിലേക്കാണോ RSS ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? അതുകൂടി അറിഞ്ഞാൽ നന്ന്. സുരേഷിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന പുതിയ ബ്രേക്കിംഗ് കൂടി താങ്കളുടെ മുന്നിലേക്ക് വെക്കുന്നു. അല്ല, ഇപ്പോൾ ഒരു പ്രശ്നത്തെ അതിൻ്റെ സീരിയസ്നെസ്സിൽ നോക്കിക്കാണുന്ന ധാരാളം ആളുകളുണ്ട്. അതിൽ ആ പ്രശ്നത്തോടുള്ള പ്രതികരണം തീർച്ചയായിട്ടും എല്ലാ നേതാക്കന്മാരുടെയും ഒരേ രീതിയിലാവണം എന്നില്ല. പക്ഷേ നമുക്കറിയാം, ഇവിടെ പോലീസ് സ്റ്റേഷനുള്ളിൽ ബോംബുണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ച ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ട് പിന്നീട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ച് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ഒരലങ്കാരമായി സമൂഹം ഏറ്റെടുക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യം ഇവിടെ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു സമീപനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാട്ടാളന്മാരായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തകരും നേതാക്കന്മാരും പ്രതികരിച്ച് ആ നിലയിലേക്ക് വരുന്ന സമയത്ത് അതിനെ നേരിടണമെങ്കിൽ അതേ ശൈലി വേണം എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം ഇന്ന് കേരളത്തിലുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഗാന്ധിയൻ പാർട്ടിയാണല്ലോ, നമുക്കറിയാമല്ലോ. എന്നാൽ പ്രഖ്യാപിതം അതിൻ്റെ ഗാന്ധിയനാണ്. പക്ഷേ ആ കോൺഗ്രസിൻ്റെ കണ്ണൂരിലെ സുധാകരനും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പോലും അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരിടാൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ശൈലി എന്താണ് എന്ന് നമുക്കറിയാം. കാരണം കണ്ണൂരിൻ്റെ മണ്ണിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് അല്ലാതെയാവുന്നു. കോൺഗ്രസ്സിന് ഗാന്ധിയൻ സമീപനം കൊണ്ട് കഴിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഗാന്ധിയൻ ചിന്തയിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനം തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് മുൻതൂക്കം കൊടുക്കുന്ന സംഘടനയുമാണ്. എന്നാൽ അതേസമയം ഈ സംഘടന ബലിദാന ദിനത്തിൽ ചില ലഡു വിതരണങ്ങൾ ഒഴിച്ചാൽ തീർച്ചയായും ശ്രീ രാധാകൃഷ്ണ മേനോൻ, അതായത് അത്തരം സമീപനങ്ങൾ താങ്കൾ പറഞ്ഞു കണ്ണൂരിൻ്റെ സവിശേഷമായ സ്വഭാവ സാഹചര്യങ്ങളിൽ എത്തുമ്പോൾ കോൺഗ്രസ് പോലും അങ്ങനെയാകുന്നു എന്ന്. അത്തരത്തിൽ കാര്യങ്ങളെ സമീപിക്കാൻ തന്നെയാണോ RSSന്റെ തീരുമാനം? RSSനെ സംബന്ധിച്ച് കണ്ണൂരിൻ്റെ മണ്ണിൽ ഇനിയും ഒരു സംഘർഷം ഉണ്ടാവരുത് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി, കണ്ണൂരിലെന്നല്ല കേരളത്തിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം സമൂഹത്തിൽ ഉണ്ടാവണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള സമീപനമാണ് കാലങ്ങളായി ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒട്ടേറെ പ്രവർത്തകരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും അവരുടെ അക്രമം അവർക്ക് നേരിടേണ്ടി വരുമ്പോഴും ആ അക്രമങ്ങളെയൊക്കെ അക്രമത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്നതിന് പകരം സമാധാനത്തിൻ്റെയും സംയമനത്തിൻ്റെയും സമീപനത്തിലൂടെ അതിനെയൊക്കെ നേരിടാനും അതിന് നേരിടാനുള്ള മനക്കരുത്ത് പ്രവർത്തകർക്ക് ഉണ്ടാക്കി കൊടുക്കാനും കഴിയുന്ന രീതിയിലുള്ള സമീപനമാണ് കുറേ കാലമായി തുടർച്ചയായി RSS കേരളത്തിൽ സ്വീകരിച്ചു. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിന് അറിഞ്ഞുകൂടെ ബിജെപിയുടെ അധികാരത്തിൽ വന്നതോടെ? ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇത് തിരുവനന്തപുരത്തെ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സുരേഷിന് അറിഞ്ഞുകൂടെ? കൊലവിളി നടത്തിയ സാഹചര്യം കൂടി ഏറ്റവും പുതിയതായതുകൊണ്ട് അത് ചോദിച്ചു എന്നേ ഉള്ളൂ. അല്ല, ബിജെപിയുടെ അല്ല, ഇത് സുരേഷ് അടക്കം ബിജെപിയുടെ നേതാക്കന്മാർക്ക് അറിയാത്ത കാര്യമല്ല. പക്ഷേ ആ പ്രദേശത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ബിജെപി പ്രവർത്തകരുടെ ആത്മവീര്യം നിലനിർത്താനും അവരെ ഇതിന് എതിരായിട്ടുള്ള ഈ അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അവര് കൂടുതൽ അക്രമത്തിലേക്ക് തിരിയാതെ അവരെ പിടിച്ചു നിർത്താനും ഒക്കെ ബാധ്യതയുള്ള നേതൃത്വമാണ് ബിജെപി. അങ്ങനെയാണോ? അതായത് കൂടുതൽ അക്രമത്തിലേക്ക് പോകാൻ സാഹചര്യമുള്ളപ്പോൾ തലകളും കൈകളും തിരക്കി ഞങ്ങൾ പോകും. അങ്ങനെ പോയാൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ ബൈറ്റ് വേണമെങ്കിൽ ഏറ്റവും ഒടുവിൽ കേൾപ്പിക്കാവുന്നതാണ്, അതും വഴിയെ കേൾപ്പിക്കാനാകും. അങ്ങനെയുള്ള ഒരു സാഹചര്യം പറയുന്നത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. പ്രവർത്തകരുടെ വീര്യം പിടിച്ചു നിർത്താൻ ഇത് തന്നെയാണ് കണ്ണൂരിലും നടന്നത് എന്ന് താങ്കൾ സമ്മതിക്കുന്നു അല്ലേ? അല്ല, ഇവിടെ ഈ തരത്തിൽ അക്രമം കൊണ്ട് നേരിടുന്ന ശൈലി ഒരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. ഇതിവിടെ അവസാനിക്കേണ്ടതാണ്, അതിനകത്ത് ഒരു തർക്കവുമില്ലല്ലോ. എന്നാൽ അതേസമയം ഇവിടെ ഭരിക്കുന്ന പാർട്ടി
കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി, കേരളത്തിൻ്റെ പോലീസ്, ഈ സംവിധാനത്തിൽ നിന്നും സമൂഹത്തിന് നീതി കിട്ടുന്നില്ല എന്നുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ, ഒരരിക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോൾ, ആ അരിക്ഷിതാവസ്ഥയിൽ സമൂഹം പ്രതികരിക്കാൻ നിർബന്ധിതമായി തീരുകയല്ലേ. നമുക്കറിയാമല്ലോ, ആത്മരക്ഷാർത്ഥം ആയുധമെടുക്കാൻ നമ്മുടെ നിയമം തന്നെ അനുവദിക്കുന്നു. അപ്പൊ ആത്മരക്ഷാർത്ഥം ആയുധമെടുക്കേണ്ട ഗതികേടിലേക്ക്, കാരണം ആത്മരക്ഷാർത്ഥം പിടിച്ചു നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? കാരണം സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതയുള്ള സർക്കാർ, ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും, ആ ആഭ്യന്തര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന അവിടെ തന്നെ ചോദിച്ചോട്ടെ ശ്രീ രാധാകൃഷ്ണ മേനോൻ, അതായത് അവിടെ തന്നെ ചോദിച്ചോട്ടെ, അതായത് ഇത്തരത്തിൽ അക്രമം ഉണ്ടാകുന്നു എന്ന് നിങ്ങളുടെ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ തന്നെ ആ വിഷയത്തെ ആ വിധത്തിൽ നേടിയെടുക്കാൻ അല്ലെങ്കിൽ വാളെടുക്കാൻ നിർബന്ധിതമായ സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. സർക്കാരിൽ വിശ്വാസമില്ലാതെ അങ്ങനെ ആയുധമെടുത്ത് തന്നെ കാര്യങ്ങൾ നേരിടുന്നതിന് പിന്നെ എന്തിനാണ് ഈ സ്പെഷ്യൽ പോലീസ് ആക്ട് അല്ലെങ്കിൽ പ്രത്യേക പട്ടാള നിയമം, അഫ്സ്പ? അല്ല, അതാണല്ലോ ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ നിയമാവലി അനുശാസിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങളെ നിയന്ത്രിച്ചു നിർത്തണം എന്നാണ് കേന്ദ്ര സർക്കാരിനോടും ഗവർണറോടും സംസ്ഥാന ഗവൺമെൻറ്റിനോടും ഒക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ BJP ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് വിവിധ തരത്തിലുള്ള നേതാക്കൾ വിവിധ തലങ്ങളിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഈ രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് പോകണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവണം, ഇനി പട്ടാളത്തിൻ്റെ നിയന്ത്രണം ആവശ്യമുണ്ടെങ്കിൽ അത് നടപ്പാക്കണം എന്നൊക്കെ പറയുന്നത്. കാരണം അത് നിയമം അനുശാസിക്കുന്ന വിധത്തിൽ തന്നെ നടപ്പാക്കാനാണ്, നിയമവിരുദ്ധമായിട്ട് നടപ്പാക്കാനല്ല. ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് ആ തരം ഒരു അരിക്ഷിതാവസ്ഥ ഉണ്ടായാൽ സംസ്ഥാന ഗവൺമെന്റിന് ആ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് തന്നെ അതിന്റെ ഒരു ഭാഗത്തെ കക്ഷിയായി മാറിയിരിക്കട്ടെ, ആ പ്രദേശത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല. താങ്കളിലേക്കെത്താം. തീർച്ചയായും തിരുവനന്തപുരം BJP ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ ആ വാക്കുകൾ കൂടി കേട്ടതിന് ശേഷം നമുക്ക് ആരിഫ് MLA പോകാം. ജീവിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാത് സമയത്ത് അതിനെയൊക്കെ പ്രതിരോധിക്കാൻ RSS എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന് എക്കാലത്തും ഈ പിണറായി വിജയന്റെ നാട്ടിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്ന്, പിണറായി വിജയന്റെ പിണറായിയിൽ പോലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞിട്ടുള്ള പ്രസ്ഥാനത്തിന് ആനാവൂർ എന്ന് പറയുന്നത് ഒരു ഉറുമ്പാണ്. ആനാവൂർ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് മ്ലേച്ഛമായിട്ടുള്ള ഒരു നേതാവാണ്, ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഞങ്ങൾക്ക് പലതും ചെയ്യാൻ സാധിക്കും. പോലീസ് ഇനിയെങ്കിലും നീതി നടപ്പാക്കാൻ തയ്യാറാകണം. ഞങ്ങൾ അന്ത്യശാസനം നൽകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ പച്ചപ്പായിട്ടുള്ള കേരളത്തിലെ കമ്മ്യൂണിസത്തെ നശിപ്പിക്കാൻ ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾക്ക് സാധിക്കും. ഏതൊരു സംശയവും വേണ്ട. തീർച്ചയായും ശ്രീ ആരിഫ് MLA, പിണറായിയിൽ പോലും, അതായത് മെയ് 18-ന് CV രവീന്ദ്രൻ എന്ന പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിന് ശേഷം നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടയിലേക്ക് എത്തിക്കൊന്നതാണ്. അവിടെ അടക്കം വൈരാഗ്യം തീർത്തിട്ടുണ്ട്. തുടർന്നുമുള്ള ശേഷി RSSനുണ്ട്. RSSന്റെ ശൈലിയാണത്. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് വീഡിയോയെക്കുറിച്ചും വ്യാജമാണ് അത് എന്ന് പറയുമ്പോഴും അഫ്സ്പ എന്ന അവരുടെ നിർദ്ദേശത്തെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആവശ്യത്തെ നിരാകരിച്ചുകൊണ്ട് നിങ്ങൾ പറയുമ്പോഴും ഉള്ള ശൈലി ഇവിടെ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? എന്തായാലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ RSSന്റെ പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവവും ദൗർഭാഗ്യകരം തന്നെയാണ്. അതിനോടൊന്നും ആർക്കും ന്യായീകരിക്കാനോ യോജിക്കാനോ കഴിയത്തില്ല. എന്നാൽ എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് ശ്രീ രാധാകൃഷ്ണ മേനോൻ്റെ അഭിപ്രായം കേട്ടപ്പോൾ ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും രാഷ്ട്രീയ കൊലപാതകങ്ങളോ അതുപോലെ തന്നെ തങ്ങൾക്ക് വിരോധമുള്ളവരെ ആളുകളെ വകവരുത്തുന്ന കാര്യത്തിലോ യാതൊരു കാട്ടാളത്വവും കാണിക്കാതെ വളരെ നിർമ്മലമായി ആളുകളെ വകവരുത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. ഞങ്ങളങ്ങനെ വലിയ ഉപദ്രവമൊന്നും ഇല്ലാതെയാണ് ആളുകളെ കൊല്ലുന്നത്, നിഷ്കാമ കർമ്മികളാണ് എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ. ഞങ്ങൾക്കൊരു ഗാന്ധിയൻ ശൈലി തന്നെയാണ് അദ്ദേഹത്തിന് പറഞ്ഞത്. എനിക്ക് ഓർമ്മ വന്നത് മഹാത്മാജിയെ RSSന്റെ ശാഖകൾ നിരന്തരം പോയി പരിശീലനം സിദ്ധിച്ച നാഥുറാം വിനായക ഗോഡ്സെ ആണ് RSSനെ കൊല്ലുക. അതിനുശേഷം RSSനെ ഇന്ത്യയിൽ നിരോധിക്കുകയും പിന്നീട് മാപ്പൊക്കെ എഴുതി കൊടുത്ത് ഒരുപാട് കാലത്തെ നിരോധനത്തിന് ശേഷം പിന്നെ തിരിച്ചു വരികയൊക്കെ ചെയ്തൊരു പ്രസ്ഥാനം RSS. എല്ലാ നവംബർ 15-നും ഇപ്പോൾ RSSന്റെ സംഘപരിവാർ കുടുംബാംഗങ്ങൾ
നാഥുറാം വിനായക ഗോഡ്സെയുടെ ബലിദാൻ ദിനം ഇപ്പോൾ ആചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നാഥുറാം വിനായക ഗോഡ്സെക്ക് ഇപ്പോൾ പ്രതിഭകളും വരാൻ തുടങ്ങിയിട്ടുണ്ട്. നാഥുറാം വിനായക ഗോഡ്സെക്ക് ക്ഷേത്രങ്ങൾ വരെ ആയി എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഗാന്ധിയൻ ആദർശ രീതി, ഗാന്ധിയൻ മാർഗമാണ് സ്വീകരിക്കുന്നതെന്ന് വെച്ചാൽ അതാണ് ഗാന്ധിയെപ്പോലും ഇല്ലാതാക്കിക്കൊണ്ടുള്ള പ്രവർത്തകർക്ക് നല്ല ഒരു ആശയ പരിവേഷം കൊടുക്കുന്ന പാർട്ടിയാണ് RSSും BJP ഒക്കെ. അതിൽ ഇരിക്കട്ടെ, ഞാനതിലേക്കല്ല കിടക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി 14 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവിടെ യോഗം വിളിച്ച് ചേർത്ത് സമാധാനപരമായ സർവകക്ഷി യോഗം. അതിനുശേഷം 3 മാസക്കാലമായി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുകയാണ് ഇപ്പോൾ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. ഇത് കേട്ടാൽ തോന്നും ഞാൻ RTIയുടെ ഒരു ഇതെടുത്തായിരുന്നു, കംപ്ലീറ്റ് RTI എടുത്തപ്പോൾ മൊത്തത്തിൽ ഗവൺമെൻറ് നൽകിയ മറുപടി മാർച്ച് 17 ഇത് ഡെക്കാൻ ക്രോണിക്കൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഇൻ കണ്ണൂർ RSS, BJP and CPM have lost equal numbers to political violence. കഴിഞ്ഞ 16 വർഷത്തെ കണക്കാണ് അവർ പറയുന്നത്. 31 RSS BJP പ്രവർത്തകരും 30 പേര് LDF CPM പ്രവർത്തകരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് കണക്ക്. മൊത്തത്തിൽ വേറെയുണ്ട് RTI കണക്ക്. ആകെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇക്കാലം അത്രയും നടന്നത് വെച്ച് നോക്കുമ്പോൾ 60%, അതും ഇവിടെ നമ്മൾ കംപ്ലീറ്റ് കണക്ക് അവർ RTI കിട്ടുന്നതിനുള്ള കണക്കാണ്. 60% LDF CPIM LDF പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. 29% RSS BJP പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ് പക്കൽ, ഇന്ത്യ സർക്കാരിൻ്റെ പക്കലിരിക്കുന്ന കണക്കാണല്ല, എൻ്റെ കയ്യിൽ കണക്കല്ല. ഇന്ത്യ സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന കണക്ക് പ്രകാരം RTI പ്രകാരം കിട്ടിയ കണക്കാണ്. 60% CPIM LDF പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ 29 ഇവിടെ കേരളത്തിലെ കണക്കാണ് അവർ ചോദിച്ചത്. കേരളത്തിലെ കണക്ക് RTI പ്രകാരം അവിടെ കൊടുത്ത, ഇവിടുത്തെ കണക്കല്ല, അവിടുത്തെ എടുത്തിരിക്കുന്ന കണക്കാണ്. അപ്പോൾ ഇത്തരത്തിൽ സംഭവങ്ങളിലെല്ലാം ഇവർ കൊല്ലപ്പെട്ടതോ എൻ്റെയൊക്കെ ഇരട്ടി ആളുകളെ ഇപ്പുറത്ത് കൊലപ്പെടുത്തിയിട്ടാണ് വളരെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന മട്ടിലുള്ള അവരുടെ വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ഈ അഫ്സ പോലുള്ള നിയമങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച്, മിലിറ്ററി ആക്ടൊക്കെ സംബന്ധിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ച് 15 യുണൈറ്റഡ് നേഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഇപ്പോൾ അഫ്സ റിവോക്ക് ചെയ്യണം എന്ന് ഇന്ത്യ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. റിവോക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. കാര്യം ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ആസാം, മിസോറാം, അതുപോലെ നാഗാലാൻഡ് തുടങ്ങിയിട്ടുള്ള 6 സ്റ്റേറ്റുകളിൽ ഇപ്പോൾ ഇത്, കാശ്മീർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. ആ പ്രയോഗിച്ച സ്ഥലങ്ങളിൽ നിന്നടക്കം അത് വിഡ്രോ ചെയ്യണം. അത് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷനാണ്. നമുക്ക് ഈ റോം ശർമ്മയുടെയൊക്കെ ഉദാഹരണങ്ങൾ വേറെ എത്രയുണ്ട്. അത് മാത്രമല്ല, അവരിപ്പം ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന് പറയുന്ന ഓൾ ഇന്ത്യ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അവരും വാച്ച് ചെയ്യുന്നത് ഈ നിയമത്തിൻ്റെ മറവിൽ ഇതിപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന 6 സ്റ്റേറ്റുകളിൽ അടക്കം ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ വളരെ വലുതാണ് എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ മാത്രം UN കണ്ടെത്തിയിരിക്കുകയാണ്, യുണൈറ്റഡ് നേഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. എന്നിട്ട് വിഡ്രോ ചെയ്യാൻ പറയുമ്പോഴാണ് കേരളത്തിൽ ഇത് പ്രയോഗിക്കണമെന്ന് പറയുക. എന്ന് പറഞ്ഞാൽ കേന്ദ്രാധികാരം ഉപയോഗപ്പെടുത്തി CPIMനെയും ഇടതുപക്ഷ ശക്തികളെയും നിർമ്മാർജ്ജനം, ഇപ്പോൾ ഇവരില്ലായ്മ ചെയ്യും. എന്തായാലും വിമുക്ത, ഇവരുടെ ഭാഷ ഏതാണ്, CPM വിമുക്ത ഇന്ത്യ എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ വിമുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിമുക്തമായിട്ട് പറയുന്നവരൊന്നുമല്ല. അത് നമുക്കറിയാം. മഹാത്മജിയുടെ കാര്യം മുതൽ ഇങ്ങോട്ട് എടുത്താൽ, ബാബറി മസ്ജിദ് മുതൽ ഇങ്ങോട്ട് എടുത്താൽ, വിമുക്ത എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും ഇവർ അവലംബിക്കും. ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരേ ഒരു ഐഡിയോളജി ഉള്ളൂ. ഇതിനകത്ത് എത്രയുള്ളത് വേറെ ഒന്നുമല്ല. കേരളത്തിലെ CPIMനെ തകർക്കണമെങ്കിൽ കേരളത്തിലെ CPMൻ്റെ തല തകർക്കണം. CPMൻ്റെ തല ഹെഡ് എന്ന് പറയുന്ന കണ്ണൂരാണ്. കണ്ണൂരിലെ CPMനെ ഇല്ലാതാക്കിയാൽ കേരളത്തിലെ CPMനെ ഇല്ലാതാക്കാം എന്നാണ് അവർ കരുതുന്നത്. ഇതാണ് അവരുടെ ബേസ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇപ്പോൾ തുടങ്ങിയ 2000 ഇവർ കർണാടകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു മന്ത്രി അനന്തനാകുന്നോ എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കർണാടകത്തിലെ കൂർഗിൽ ഒരു യോഗം വിളിച്ചു ചേർത്ത് ഓപ്പറേഷൻ കണ്ണൂർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി 100 കോടി രൂപ ഇന്ത്യയിലാകെ സമാഹരിച്ച് കണ്ണൂരിലെ CPM പ്രവർത്തകർ ഇല്ലായ്മ ചെയ്യാനൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി. അതിനെ തുടർന്നാണ് അന്ന് സഖാവ് പി ജയരാജനെ അടക്കം അവർ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ച് 23 വെട്ടി. ഇപ്പാണ് വെട്ടിൻ്റെ എണ്ണമൊക്കെ ഇങ്ങനെ കണക്ക് പറയുന്നത്. അന്ന് 23 വെട്ടി ഒരു കൈ മുറിഞ്ഞ് അവിടെ കിടക്കുക. സഖാവ് ജയരാജനെ ആദ്യം ഒരു വണ്ടി കൊണ്ടുപോകുന്നു, രണ്ടാമത് കൈ എടുത്തുകൊണ്ട് വേറൊരു വണ്ടിയിൽ പോകുന്നു. ഇപ്പോഴും ആ കൈ ഉപയോഗിച്ചാണ് ജയരാജൻ്റെ അനങ്ങാൻ പാടില്ലാതെ യന്ത്രമനുഷ്യെ പോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് എത്ര സമാധാനപ്രിയനായിട്ടാണ് എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ രാധാകൃഷ്ണൻ മേനോൻ സംസാരിച്ചത്. ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിലൊക്കെ. അപ്പോൾ ഇതിനെയൊക്കെ നമ്മളിപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ്. ഇരു പാർട്ടികൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച മുന്നോട്ട് അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ വഷളാക്കാൻ
ഉണ്ടാക്കാതെ, ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾ പോസ്റ്റ് ചെയ്യാതെ, ഇത്തരത്തിലുള്ള സുരേഷിനെ പോലെയുള്ള കൊലവിളികൾ ഇല്ലാതാക്കി അപലപിക്കേണ്ട തരത്തിൽ അപലപിക്കണം. അതിന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അപലപിച്ചു. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. സഖാവ് പിണറായി വിജയൻ നിയമസഭയ്ക്കകത്തും വളരെ ഷാർപ്പായി തന്നെ പറഞ്ഞു. എന്ന് മാത്രമല്ല, അത് കുറ്റവാളികളെ വളരെ വേഗത്തിലാണ് പിടിച്ചിരിക്കുന്നത്, അല്ലെ പ്രതികളെ പിടിച്ചിരിക്കുകയാണ്. അപ്പം അത്തരത്തിൽ ഷാർപ്പായ നിയമത്തിന്റെ എല്ലാ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആവർത്തിക്കാത്ത തരത്തിലുള്ള നല്ല ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അതിനെയാണ് ശ്ലാഘിക്കേണ്ടത്. അതാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഈ പരസ്പരമുള്ള വൈരാഗ്യങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ അറുതി വരുമോ? നമുക്ക് ചോരച്ചാലുകൾ നീന്തിക്കിടന്നതിന് ശേഷം അല്ലെങ്കിൽ മറികടന്നതിന് ശേഷം കൈകൾ പിടിച്ച് സമാധാനത്തിന്റെ വർത്തമാനം പറയാമെന്ന് ഉറുദു കവി പാടിയതുപോലെ ഇന്നങ്ങ് നടപ്പാകുമെന്ന് പ്രായോഗിക രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന നമുക്കാർക്കും അത്തരത്തിലൊരു ധാരണയില്ല. പക്ഷെ അതൊക്കെ ഉണ്ടാകണം. ഇവിടെ നമുക്ക് വേറിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പോസ്റ്റ് ട്രൂത്ത്, സത്യാനന്തര ലോകം. അതായത് കൃത്രിമമായി വിഷ്വലുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു രീതി കൂടി കുമ്മനം രാജശേഖരൻ ഇവിടെ അവലംബിച്ചു എന്നാണ് കോടിയേരി ബാലകൃഷ്ണനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് അത്തരത്തിലൊരു വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കുന്നതും പറയുന്നതും. അതടക്കം ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് അഖിലേന്ത്യാ നിലവാരത്തിൽ ഏറ്റവും രൂക്ഷമായ ഈ ഹിംസയുടെ ആളുകളായി RSS മാറിയിട്ടുണ്ട്. അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ പോലും അവർക്ക് തടസ്സമല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കാത്ത പ്രസ്ഥാനമാണത്. അവർ തുറന്നു പറയുന്നതുമാണ്, ഞാൻ പറയുന്നതൊന്നുമല്ല. അപ്പം അങ്ങനെ വരുമ്പം ദേശഭക്തി ഗാനമല്ല അവരുടെ ഗാനം, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഡൽഹി അല്ല അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശദാംശങ്ങളും അയുക്തികതകളും നമുക്ക് സാവധാനം ചർച്ച ചെയ്യാം, തിയറട്ടിക്കലായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഹിംസയുടെ ഭാഷയിൽ ശ്രീ ആരിഫ് പറഞ്ഞ വളരെ ശരിയാണ്. ഹിംസ തന്നെ വളരെ കൃത്യമായി പരിശീലിപ്പിക്കപ്പെടുന്നൊരു വിഭാഗം തന്നെയാണല്ലോ RSS. അതങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ നമ്മൾ കേരളത്തെക്കുറിച്ചും കണ്ണൂരിനെക്കുറിച്ചും ആലോചിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, അജിം ഷാദ്, ഒരു വർഷത്തിനകത്ത് ഒരു ജില്ലയിൽ 8 ആളുകൾ കൊല ചെയ്യപ്പെടുന്നു രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഭാഗമായി. കേരളത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു സംഭവമുണ്ടോ? കണ്ണൂർ ജില്ലയുടെ സവിശേഷതയായി നമ്മളത് കാണണം. എന്ന് പറഞ്ഞാൽ ആളുകൾ കൂടുതൽ ഒരു പ്രതിവർഷം ഈ നിലയ്ക്ക് ഏറ്റുമുട്ടൽ രാഷ്ട്രീയത്തിലൂടെ കൊല ചെയ്യപ്പെടുന്ന ഒരു സെൻസിബിലിറ്റി ആ ജില്ലയിൽ നിൽക്കുന്നു എന്നാണ് കാണേണ്ടത്. വളരെ കൃത്യമാണ് എൻ്റെ സോഷ്യോളജി. ഇപ്പം ആലപ്പുഴ ജില്ലയിൽ ആരിഫിന് അറിയാൻ കഴിയും, ആലപ്പുഴ ജില്ല ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. 70-കളിൽ 80-കളുടെ ആദ്യ ഘട്ടങ്ങളിൽ തലയറുത്തുകൊണ്ട് ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയൊക്കെ താണ്ടിയിട്ട് ഇപ്പം ഒരു മനുഷ്യനെ കൊന്ന് രാഷ്ട്രീയം പ്രയോഗിക്കാം എന്നൊരു വീക്ഷണവുമായി ആലപ്പുഴ ജില്ലയിൽ ഒരു പാർട്ടിക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത വണ്ണം അവിടുത്തെ പൊളിറ്റിക്കൽ സെൻസിബിലിറ്റി വളർന്നു കഴിഞ്ഞിരിക്കുന്നു, ജനാധിപത്യ സെൻസിബിലിറ്റി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ആ വളർച്ചയ്ക്കൊപ്പം നീങ്ങാൻ ഇനിയും കുറെ കൂടി സമയം കണ്ണൂരിന് വേണ്ടി വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ സമാധാനപൂർവ്വമായി അത്തരൊരു പാതയിലേക്ക്, ആ സഞ്ചാരഗതിയിലേക്ക് ആ ജില്ലയെ കൂടി എത്തിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിലുള്ള സമാധാന ശ്രമത്തിന് വലിയ പ്രസക്തി കേരളം കൽപ്പിച്ചത്. 3 മാസം അത് തടഞ്ഞു നിർത്താനൊക്കെ കഴിഞ്ഞിരുന്നു. 3 മാസത്തിന് ശേഷം ഇത്തരം സംഭവം ഉണ്ടാകുന്നു. അങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് കുറേ കൂടി എന്താ പറയുക, ഒരു ഇടവേള കിട്ടുന്നു കൊലപാതകത്തിന്. അത് വലിയ കാര്യമായി എടുക്കണം, ഒരു ജനത പരിവർത്തിക്കുന്നതിൻ്റെ കാര്യമായി. അങ്ങനെ എടുക്കുമ്പോൾ ആ 3 മാസത്തിന് ശേഷം അത് 6 മാസവും 9 മാസവും ഒക്കെ ആയി വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി എല്ലാവരും ഒന്നിച്ച് ചിന്തിക്കുകയും ധർമ്മടത്ത് ഒരു RSS ഒരു BJP പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ അവിടെ RSSകാരും BJPക്കാരും CPMകാരും ഒന്നിച്ച് ആ വീട് സന്ദർശിക്കുകയും ചെയ്തതിൻ്റെ പടം നാം കണ്ടതല്ലേ അജിം ഷാദ്? ഈ അടുത്ത കാലത്ത് ആ നിലയ്ക്കുള്ള ഒരു രീതിയുടെ സഞ്ചാരമുണ്ടായിരുന്നു. ആ സഞ്ചാരത്തിന് ഘടകവിരുദ്ധമായാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ സംഭവം ഉണ്ടായാൽ എന്താണ് ചെയ്യുക? ഉടനെ പകരം കത്തിയെടുത്ത് ഓടുകയാണോ വേണ്ടത്? രാധാകൃഷ്ണ മേനോൻ്റെ പാർട്ടിയും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ദാരുണമായൊരു സംഭവം ഉണ്ടാകുന്നു. നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ആരിഫ് പറഞ്ഞതുമാതിരി തന്നെ മുഖ്യമന്ത്രി അതിൻ്റെ ദാരുണത വ്യക്തമാക്കുകയും വളരെ പെട്ടെന്ന് ഒരു നിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആളുടെ പിടിക്കുകയും ചെയ്തു. അത്തരം ഒരു സാഹചര്യത്തിൽ നാം ഈ സംസ്ഥാനത്ത് അഫ്സ ഏർപ്പെടുത്താൻ ആവശ്യപ്പെടരുത്. അത് അഫ്സ ശരിക്കും പറഞ്ഞാൽ അയുക്തികമാണ്. രാധാകൃഷ്ണനൊക്കെ എനിക്ക് തോന്നുന്നു നിയമങ്ങളൊക്കെ പഠിച്ച ആളിലാണ്. അതാണ് ശ്രീ എ സജീവൻ, ശ്രീ ഭാസുരേന്ദ്ര ബാബു മുമ്പോട്ട് വെച്ചത് കാതലായ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് തന്നെ താങ്കളിലേക്ക് പോയത്. ഇവിടെ അതിന് RSS അത്ര കണ്ട് യോഗ്യമായി ഉയർന്നിട്ടുണ്ടോ എന്നത് കൂടി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. നോക്കൂ, മകനെ തിരക്കിയെത്തിയിട്ട് തിരുവനന്തപുരത്ത് അച്ഛനെ കൊന്നിട്ട് പോകുന്നു.
ഇപ്പോൾ തിരുവനന്തപുരത്ത് ജില്ലാ പ്രസിഡന്റ് അതേ സംഭവ വികാസങ്ങളുടെ മറ്റു തുടർച്ചകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആക്രോശിക്കുന്നു. പിന്നീട് ഇതിലൊന്നും ബന്ധമില്ലാത്ത കാസർഗോഡുള്ള ഒരു മദ്രസ അധ്യാപകനെ കഴുത്തറുത്തു കൊല്ലുന്നു. തുടർന്ന് കൊടിഞ്ഞി ഫൈസൽ എന്ന മതം മാറി എന്നാരോപിച്ച് രാഷ്ട്രീയ വൈരാഗ്യങ്ങളൊന്നും പെടാതെ RSS ഇത്തരത്തിൽ കൊന്നൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അഫ്സയോ ദേശീയ പ്രശ്നമോ ആയി ഉയർത്തിക്കൊണ്ട് വരാതെ ഇരിക്കുന്ന ഒരു സാംസ്കാരിക മണ്ഡലവും കേരളത്തിൽ സജീവമായി ഉണർന്നു തന്നെ നിൽക്കുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് ഇത്തരം സർഗാത്മകമായൊരു നിർദ്ദേശം ശ്രീ ഭാസുരേന്ദ്ര ബാബു മുമ്പോട്ട് വെച്ചത് പ്രസക്തമാകുന്നത്. അത് ചർച്ച ചെയ്യാനും അതിന് തക്ക രീതിയിൽ പ്രതികരിക്കാനും യോഗ്യമായി RSS വളർന്നിട്ടുണ്ടോ എന്നുകൂടി ഈ സാഹചര്യത്തിൽ നമുക്ക് പരിശോധിക്കണ്ടേ? തെറ്റും ചെയ്യാതെ ഒരു അക്രമത്തിലേക്കും പോവാതിരിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കാം. ഇവിടെ അഫ്സ്വ പോലുള്ള നിയമം നടപ്പാക്കണമെന്ന് പറയാൻ BJPക്ക് തീർച്ചയായിട്ടും അർഹതയുണ്ടാകുമായിരുന്നു. അവർ ഈ അടുത്ത കാലത്തൊന്നും ഒരു കൊലപാതകത്തിലും ഉണ്ടായിരുന്നെങ്കിൽ. നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞനുസരിച്ചിട്ട് ഒരു +2 വിദ്യാർത്ഥിയെ കൊല്ലാൻ എന്ത് അക്രമമാണ് ആ കുട്ടി കാണിച്ചിട്ടുള്ളത്? മതം മാറിപ്പോയി എന്നുള്ളതിൻ്റെ പേരിലാണ് ഫൈസലിനെ കൊടിഞ്ഞിയിൽ ഉള്ള ഫൈസലിനെ കൊന്നിട്ടുള്ളത്. അതിൽ ഞങ്ങളൊന്നും ബന്ധപ്പെടുന്നില്ല, ഞങ്ങളുടെ ആളുകളല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. അറസ്റ്റിലായതൊക്കെ വളരെ സജീവമായിട്ടുള്ള BJP RSS പ്രവർത്തകരാണ്. ഒരു മദ്രസ അധ്യാപകൻ സ്വന്തം കിടപ്പാടത്തിൽ സ്വന്തം മുറിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ വന്ന് വെട്ടിക്കൊല്ലുന്നു. ഇതൊക്കെ കഴുത്ത് അറുത്ത് കൊല്ലുന്നു. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും അക്രമത്തിൻ്റെ ഭാഷയ്ക്ക് അപ്പുറത്തായിട്ട് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധിയൻ വിചാരം ഇവിടെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഈ ഏറ്റവും ഒടുവിലായിട്ട് നടന്ന കണ്ണൂരിലെ കൊലപാതകത്തെ ന്യായീകരിക്കുകയല്ല. കണ്ണൂരിലെ കൊലപാതകം അങ്ങേയറ്റം അപലപനീയമാണ്. ഭാസുരേന്ദ്ര ബാബു പറഞ്ഞതിനേക്കാൾ വ്യത്യസ്തമായിട്ട് അവിടെ ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു പരിണിതിയിലേക്ക് വരുന്നത് വരെ നമ്മൾക്ക് കാത്തിരിക്കാമെന്നൊന്നുമില്ല. അതിനെ തീർച്ചയായിട്ടും അപലപിക്കുകയും അങ്ങേയറ്റം അതിനെ തള്ളിപ്പറയുകയും ചെയ്യണം. അത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും CPMൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്ന തെറ്റുകൾക്ക് CPM അവരെ അപലപിക്കുകയും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. ഇപ്പോൾ നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളെ പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്യും, പുറത്ത്. അങ്ങനെ ഓരോ പാർട്ടിയും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ അക്രമമൊന്നും ഉണ്ടാവില്ല. കണ്ണൂരിൻ്റെ കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെ അതിൻ്റെ പ്രത്യേകതയൊന്നുമില്ല. കണ്ണൂരിലുള്ളത് ഏതാണ്ട് ഈ ഒരു രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. അതല്ലാതെ ഈ ഒരാൾ മരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഉള്ള അടക്കാനാവാത്ത വികാരം കൊണ്ടൊന്നുമല്ല. അതൊരു രാഷ്ട്രീയ വൈരമായിട്ട് കുറേ കാലമായിട്ട് അവിടെ നടന്നു വരികയാണ്. അതുകൊണ്ടാണ് തലശ്ശേരിയിലൊക്കെ പണ്ട് സ്കോർ ബോർഡ് വെക്കില്ലായിരുന്നു, നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നില്ല. അപ്പം ഈ രീതിയിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ ഇപ്പോഴത്തെ ഒരവസ്ഥ രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പിനാണ്. അപ്പോൾ നേരത്തെ താങ്കൾ ചോദിച്ചു എന്തുകൊണ്ടാണ് കൊടിഞ്ഞി ഫൈസലിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കാസർകോട്ടെ മദ്രസാധ്യാപകൻ്റെ കാര്യത്തിലോ ഒക്കെ വരുമ്പോൾ ഈ തരത്തിൽ അഫ്സ്വ പോലുള്ള നിയമങ്ങൾ വേണമെന്ന് പറയാത്തത്. വേണമെന്ന് പറയില്ല. കാരണം രാധാകൃഷ്ണ മേനോൻ്റെ പാർട്ടിക്ക് 2019 ക്രൂഷ്യലാണ്. 2019 അവർക്ക് എങ്ങനെയെങ്കിലും ഒരു 5-6 സീറ്റൊക്കെ പറയുന്നുണ്ട്. ഒരു സീറ്റെങ്കിലും നേടിയെടുക്കാനുള്ള താല്പര്യം അവർക്കുണ്ട്. 1-2 സീറ്റ് കിട്ടണമെന്നുള്ള തീവ്രമായിട്ട് വാശിയുണ്ട്. ഇല്ലെങ്കിൽ അവിടെ മോദിജിയും അമിത്ഷായും ഒക്കെ വെറുതെ ഇരിക്കില്ലല്ലോ, അവർ കണ്ണൂർ. തീർച്ചയായും അതുകൂടി താങ്കൾ എത്തിയിരിക്കുന്നു. തീർച്ചയായും അത് ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ പരാജയം ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ വെക്കാൻ ഒരു പക്ഷേ ഒരു കാരണമാക്കുന്നു ഇത്തരം കാര്യങ്ങൾ എന്നുകൂടി ഈ പ്രചരണത്തിന്റെ പിന്നിൽ അജണ്ട ഉണ്ട് എന്നാണ് ശ്രീ എ സജീവൻ നിരീക്ഷിച്ചത്. ശ്രീ ഭാസുരേന്ദ്ര ബാബുവും നിരീക്ഷിച്ച ഒരു കാര്യമുണ്ട്. ആലപ്പുഴയ്ക്ക് മാറാമെങ്കിൽ എന്തുകൊണ്ട് കണ്ണൂർ? അപ്പോഴാണ് പോലീസിന്റെ അർത്ഥത്തിലുള്ള വിമർശനവും രംഗത്തേക്ക് എത്തേണ്ടത്. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ ആരിഫ്, അതായത് പ്രധാനമായും ശരിയാണ് സർക്കാർ മുമ്പോട്ട് വെച്ചത്, സമാധാന അന്തരീക്ഷം നിലനിർത്താൻ സർവകക്ഷി യോഗം ചെയ്തു. കൊലപാതകത്തിൽ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് കൊലപാതകത്തിൽ ഉൾപ്പെടുന്നവരെയൊക്കെ പാർട്ടി ഭേദമന്യേ അതാത് പാർട്ടികൾ തന്നെ തിരസ്കരിക്കാൻ തയ്യാറാകണം. ഇതൊക്കെ തങ്ങളും പാലിക്കുന്നു ഇപ്പോൾ. അതുകൊണ്ട് ഇവിടെ കൊല ചെയ്തത് ആരായാലും അവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ തന്നെ ശുപാർശ ചെയ്യുന്നു കോടിയേരി. സുവ്യക്തമാണ്, ഒരു പാർട്ടി എന്ന നിലയിൽ പക്വമായി എടുക്കാൻ കഴിയുന്ന തീരുമാനം അതാണ്. അപ്പോഴും പോലീസിൻ്റെ ചില കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് കൂടിയുണ്ട്. അതായത്
ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയവുമില്ലാതെ കൊടിഞ്ഞി ഫൈസലിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് മദ്രസാധ്യാപകൻ്റെ തലയർക്കലുമായി ബന്ധപ്പെട്ട് ഇത്തരം ഇതിനു മുമ്പ് തന്നെ കാസർഗോഡ് ഒരു അനന്തുവിൻ്റെ വിഷയം ഉണ്ട്, തീർച്ചയായും അതിലേക്കെത്താം. ഒരു കുട്ടിയുടെ കഴുത്തറക്കുന്നു, ഒരാളുടെ പ്രസംഗം കേട്ടിട്ട് ഉന്മാദം കിട്ടും, ഒരു സ്ത്രീയുടെ പ്രസംഗം കേട്ട് ഉന്മാദനായി കൊല്ലുന്നു. ഇവിടെയൊക്കെ രാഷ്ട്രീയമായി അത് കൃത്യമായി പ്രചരിപ്പിക്കാനും അതിനെ പ്രതിരോധിക്കാനും വിജയിച്ചു നിങ്ങളുടെ പക്ഷം എന്നത് ശരി തന്നെ. പക്ഷെ പോലീസിൻ്റെ കേസിൽ ഇതെത്തുമ്പോൾ ഇതൊക്കെ മദ്യലഹരി, മാനസികമായ അപഭ്രംശം, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ഡയലൂട്ട് ചെയ്യുകയാണ്. അവിടെ പ്രതികളെ പിടിച്ചു, കൃത്യമായ നടപടി ചെയ്തു, ക്രമസമാധാനം പുലർത്തി എന്ന് മാത്രം പോരാ. ഈ വിഷയങ്ങളെ ആ രീതിയിൽ സമീപിക്കാൻ പോലീസിനെ എന്തുകൊണ്ട് അത്തരം രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അവിടെ സർക്കാർ പരാജയപ്പെടുകയാണോ എന്നൊരു വിമർശനം കൂടിയുണ്ട്. ശ്രീ ആരിഫ്, അത് ശരിയല്ല. പോലീസ് ഇപ്പോൾ ഞാൻ ഏത് കാലത്തായാലും UDF ആയാലും LDF ആയാലും ഒക്കെ ഉള്ള കാലത്തുകളെല്ലാം പോലീസിൻ്റെ ഇവിടെ 2 പാർട്ടികൾ മുന്നണികളാണല്ലോ ഭരിച്ചിട്ടുള്ളത്. ഇതിനകത്ത് കൊല്ലപ്പെടുന്നവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ, അവർക്ക് ആരോടാണ് ഇൻക്ലിനേഷൻ, അവരുടെ ബന്ധം ആർക്കാണ് എന്നെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ അതൊക്കെ ഈ റിപ്പോർട്ടിലുണ്ട്. നമ്മളിപ്പോൾ ഒരു ഇതില്ല. ഇപ്പം നമ്മുടെ ഇന്നത്തെ സിസ്റ്റത്തിൽ വളരെ ഓപ്പണാണ്. കേസിൻ്റെ ഇന്ന കാരണത്താൽ അതിൻ്റെ FIR തന്നെ വിരോധ കാരണം എഴുതണം. അതെ, വിരോധ കാരണം എഴുതുമ്പോൾ മദ്യലഹരിയിലോ മറ്റേതെങ്കിലും തരത്തിലോ ഒന്നുമല്ല, ഇന്ന RSS പ്രവർത്തകനായ ഇന്ന ആളോട് ഇന്ന സന്ദർഭത്തിൽ തോന്നിയ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ CPM പ്രവർത്തകനായ ഇന്ന ആളോട് ഇന്ന സന്ദർഭത്തിൽ തോന്നിയ രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ. പക്ഷെ ഉയരുന്ന ഒരു ആരോപണം ഇതാണ്, ഫൈസലിന്റെ കാര്യത്തിലും ഒക്കെ, ഫൈസലിന്റെ കാര്യത്തിലാകട്ടെ, കാസർഗോട്ടെ പയ്യന്റെ കാര്യത്തിലാകട്ടെ, മദ്രസാധ്യാപകന്റെ കാര്യത്തിലായിക്കോട്ടെ, മദ്യലഹരി, ഇത്തരത്തിൽ വല്ലാത്ത രീതിയിലുള്ള ചില സ്വാധീനങ്ങൾ, ഇതൊക്കെയാണ് അവിടെ എഴുതി പിടിപ്പിക്കുന്നത്. അവിടെ രാഷ്ട്രീയമായി ഇത് ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ നിയമ നടപടി വേണം. ആ ശാസ്ത്രീയത പോലീസ് കൈക്കൊള്ളുന്നില്ല, അതിലേക്ക് സർക്കാർ എത്തിക്കുന്നതിൽ ഒരു വിമർശനമുണ്ട്. ഇപ്പോൾ ഈ LDF സർക്കാർ വന്നതിന് ശേഷം പോലീസിന്റെ അന്വേഷണ കാര്യങ്ങളിലെല്ലാം തന്നെ ശാസ്ത്രീയതയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകി. അതിന് ഗവൺമെൻറ് പ്രത്യേകമായി നമ്മുടെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ക്രൈം ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും എവിഡൻസുമായി ബന്ധപ്പെട്ടും വളരെ ഹൈടെക് ആയിട്ടുള്ള അന്വേഷണ രീതികളാണ് LDF ഗവൺമെൻറ് കാലത്ത് വന്നിട്ട് ശേഷം, പിണറായി സർക്കാർ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരെല്ലാം വെറുതെ അല്ല. അപ്പം ഞാൻ ഇവിടത്തേക്ക് മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെയും പോലീസ് ഓഫീസർമാർക്ക്, ക്രൈം വിഭാഗം കൈകാര്യം ചെയ്യുന്നവർക്ക് കേരളത്തിൽ നിന്ന് മാത്രമല്ല അവർക്ക് ഇപ്പോൾ കൊടുക്കുന്ന ട്രെയിനിങ്, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം ഇൻ്റർനാഷണലി ട്രെയിനിങ് കിട്ടിയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് പഴയതുപോലെ ഒന്നും എഴുതി പഠിപ്പിക്കാൻ ഇപ്പോൾ പറ്റത്തില്ല. അപ്പോൾ കേരള ഗവൺമെൻറ് ഇപ്പോൾ വന്നതിന് ശേഷം, പിണറായി വിജയൻ വന്നതിന് ശേഷം ഈ കിട്ടിയിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രെയിനിങ് കൂടി ഉപയോഗപ്പെടുത്തി കേസിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ടല്ല അതിൻ്റെ ചാർജ് പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ കൃത്യമായി തന്നെ ഉള്ള രീതിയിലേക്ക് മാറണം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. അതുപോലെ ഇൻ്റർനാഷണൽ പോലീസിങ്ങിൻ്റെ പോളിസിയാണ്, നാഷണൽ പോലീസിങ്ങിൻ്റെ പോളിസി. അതിൽ കുറച്ചുകൂടി ഷാർപ്പായിട്ട് ഇടപെടാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. പോലീസിനകത്ത് നല്ല നിലയിൽ ആക്ട് ചെയ്തതിൻ്റെ തെളിവാണല്ലോ പ്രതികളെ മുഴുവൻ പിടിച്ചിട്ട് അതിനകത്ത് വളരെ വ്യക്തമായി ഇന്ന ആളുകൾ 2 DYFI പ്രവർത്തകർ ഉണ്ട് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ. എന്നാൽ പിന്നെ പറയാതിരിക്കായിരുന്നല്ലോ. അതൊന്നും അല്ലല്ലോ, ഇതിനകത്ത് അവരുടെ പൊളിറ്റിക്കൽ ചായ്വ് എന്താണെന്ന് വ്യക്തമാക്കി തന്നെയാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കൊലപാതകമാണ് എന്നാണ് FIR പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അവരെ ചായ പിടിക്കാൻ പോയപ്പോൾ വൈരാഗ്യമാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പോലീസ് അതിനകത്ത് ഇടപെട്ടിരിക്കുന്ന രീതി ഗവൺമെൻറ് മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും ഫെബ്രുവരി 14 സമാധാന ചർച്ചയിൽ CM-ന്റെ അതേ നിലപാട് തീർച്ചയായും ആ വിമർശനങ്ങൾക്കുള്ള മറുപടിയായി. ഇവിടെ ശ്രീ രാധാകൃഷ്ണ മേനോൻ, അതായത് മെയ് 18 CV രവീന്ദ്രൻ പിണറായിയിൽ, ശരിയാണ്, തിരുവനന്തപുരത്ത് നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് പിണറായിയിൽ അടക്കം വൈരാഗ്യം തീർക്കുമെങ്കിൽ ഞങ്ങൾക്ക് ആനാവൂര് വലിയ വിഷയമല്ലെന്ന്. ഒന്നത്. മെയ് 27 ശശികുമാർ എങ്ങണ്ടിയൂർ, പിന്നീട് ജൂലൈ 11 ധൻരാജ് പയ്യന്നൂർ, ഇപ്പോൾ മരണപ്പെട്ട ആൾ അതിലെ പ്രതിയാണ്. പിന്നീട് പടുവിലായി മോഹനൻ ഒക്ടോബർ 9, നവംബർ 19 കൊടിഞ്ഞി ഫൈസൽ, അയാൾക്കൊരു രാഷ്ട്രീയ ബന്ധവുമില്ല, മതം മാറിയതുമായി ബന്ധപ്പെട്ട ആരോപണമാണ് നിലനിൽക്കുന്നത്. ഇതൊക്കെ വാർത്തകളാണ്, ആധികാരികമായി അറിയുന്ന വിവരങ്ങളാണ്, അത് ഞാൻ ക്രോഡീകരിക്കുന്നു പറയുന്നു എന്നേ ഉള്ളൂ. ജനുവരി 25 പാറോളിയിൽ മുരളി കൊണ്ടോട്ടിയിൽ, പിന്നെ ഫെബ്രുവരി 12 മുക്കാട്ടുകര നിർമ്മൽ, പിന്നീട് റിയാസ് മൗലവി കാസർഗോഡ്, പിന്നീട് ഏപ്രിൽ 4 സുരേഷ് കാഞ്ഞാണി, അയാൾ കോൺഗ്രസ് പ്രവർത്തകനാണ്, അതിലെ പ്രതികൾ RSSകാരാണ്.
പിന്നീട് ഏപ്രിൽ 5-ന് അനന്തു, പട്ടണക്കാട്, ആലപ്പുഴ. അനന്തുവിനെ അറിയാമല്ലോ, നിങ്ങളുടെ പഴയ പ്രവർത്തകനായിരുന്നു. അതിൽ നിന്ന് മാറിയെന്നാണ്. ഹയർ സെക്കൻഡറിയിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നപ്പോൾ ആ വിദ്യാർത്ഥിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. ആ അമ്മയും അച്ഛനെയും ഓർക്കുന്നുണ്ടോ? ആ പഴയ RSS പ്രവർത്തകരെ ഓർക്കുന്നുണ്ടോ? അനന്തുവിനെ RSSകാർ തന്നെ, അതിലും പ്രതികൾ RSSകാരാണ്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇത് പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷമാണ്. ശരിയാകാം, അത് പോലീസിന്റെ പരാജയമാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ചർച്ച ചെയ്താലേ ഈ കൊലപാതകത്തിന് അറുതി വരൂ. ശ്രീ രാധാകൃഷ്ണ മേനോൻ. അല്ല, ഇവിടെ ഇപ്പോൾ നിങ്ങൾ കുറേ പേരുടെ പേര് പറഞ്ഞു. ഈ പറഞ്ഞ പേരുകാരെ ഇപ്പോൾ സുരേഷ് അടക്കം അവിടെ പ്രസംഗിച്ചപ്പോൾ പിണറായിയിൽ ഈ പറഞ്ഞ കേസ് ചെയ്തത് BJP ആണ്, RSS ആണ് എന്ന് അവകാശപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. പിണറായി അടക്കം കേരളത്തിലുടനീളം അങ്ങോളം ഇങ്ങോളം ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതേസമയം ഇപ്പോൾ നിങ്ങളുടെ മണിയാശാൻ പ്രസംഗിച്ചത് ഞാൻ ഇന്നയാളെ വെടിവെച്ച് കൊന്നു, ഇന്നയാളെ കുത്തിക്കൊന്നു, ഇന്നയാളെ വെട്ടിക്കൊന്നു, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കൊന്നിട്ടുള്ളവരാണ് ഇനിയും എന്ന് പറഞ്ഞയാളെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ട് തന്നെ, അല്ല ഇപ്പം കോടതിയിൽ നിന്നില്ലയോ എന്നുള്ളതല്ലല്ലോ പ്രഖ്യാപനം നടത്തുന്നത്, ഭീകരതയെ പരിപോഷിപ്പിക്കുന്നത്. അതായത് ശ്രീ രാധാകൃഷ്ണൻ മേനോൻ വ്യക്തമാണ്. അതിലേക്ക് നമുക്കെത്താം. അതായത് പിണറായി വിജയൻ ഇവിടെ വന്നതിന് ശേഷം 10 പേരെയാണ് കോൺഗ്രസ്സുകാരും ഒരു കോൺഗ്രസ്സുകാരൻ CPMകാരനും അടക്കം RSSകാർ പ്രതികളായുള്ള കൊലപാതകങ്ങൾ നടന്നത്. 5 താഴെ മാത്രമാണ് RSSകാരുടെ കൊലപാതകങ്ങൾ ഉണ്ടായത്. അതിൽ 2 പേർ സ്വയം ബോംബ് നിർമ്മിക്കുന്നതിനിടെ മരിച്ച RSSകാർ കൂടിയാണ്. അവരുടെ പേരും എൻ്റെ കയ്യിലുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ അഫ്സ്പയ്ക്ക് വേണ്ടി പ്രചരണം നടത്തുന്നത്. നിങ്ങൾ AKG ഭവനിൽ ദില്ലിയിൽ പോയി പ്രകടനം നടത്തുകയും ജനറൽ സെക്രട്ടറിക്ക് നേരെ കൊടി ഉയർത്തുകയും ചെയ്തത് CPIMന്റെ. ഇതൊക്കെ എന്ത് രാഷ്ട്രീയമാണ് എന്ന പൗരബോധത്തിന്റെ ചോദ്യത്തോട് മറുപടി ഉണ്ടോ ശ്രീ RSS വക്താവിന്, ശ്രീ BJP വക്താവിന്? അല്ല, ഈ സർക്കാർ വന്നതിന് ശേഷം BJP മരിച്ചിട്ടുള്ള ആളുകളുടെ സംഖ്യ 14 പേരുടെ നിയമസഭയിൽ തന്നെ O രാജഗോപാൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇതിനെ സംബന്ധിച്ച് ഞാൻ സംഖ്യയെക്കുറിച്ച് തർക്കിക്കാനല്ല, പക്ഷേ 5-ൽ താഴെ കൊലപാതകം ആർക്കും നമുക്ക് അംഗീകരിക്കാവുന്നതുമല്ല. ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ നിയമം നടപ്പാക്കണം എന്ന് പറഞ്ഞത്, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പട്ടാള നിയമം നടപ്പാക്കണം എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിൽ മാത്രം നടപ്പാക്കണമെന്നാണോ BJP ആവശ്യപ്പെട്ടെ? അവിടെ ആര് കൊലപാതകം നടത്തിയാലും ആരക്രമം നടത്തിയാലും എല്ലാ അക്രമകാരികളെയും നേരിടാൻ ഈ നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടെ. അതല്ലാതെ RSSകാരുടെ BJPക്കാരെ ഒഴിവാക്കി നിർത്തിയിട്ട് CPMകാരുടെ പേര് മാത്രം നടപ്പാക്കണമെന്നല്ലോ. അങ്ങനെ നടപ്പാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടത് പറഞ്ഞു? ഇവിടെ അല്ല, അതെന്തുകൊണ്ട് പറഞ്ഞു എന്നാണ് പരിശോധിക്കേണ്ടത്. അതിനൊരു മറുപടി പറയൂ. താങ്കൾ ചിരിച്ചത് കൊണ്ട് മറുപടി ഉണ്ട് എന്ന് കരുതി. ആ രംഗത്ത് പരാജയപ്പെടുന്നു. ആ രംഗത്ത് പരാജയപ്പെടുമ്പോ അത് പരിഹരിക്കപ്പെടണം. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള അതോറിറ്റി അവിടെ ഉണ്ടാവണം. അതാണ് ആവശ്യപ്പെട്ടത്. സർക്കാരിന്റെ അത് ചുമതലപ്പെട്ട അതോറിറ്റിയുടെ പിൻബലത്തോടു കൂടിയാണ് ബിജുവിന്റെ കൊലപാതകം നടന്നത്. അല്ല, അതിനെക്കുറിച്ച് ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ, അതേ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് വളരെ ചുരുക്കം സമയത്ത്. ഞാൻ പറയട്ടെ, അതേ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കൊണ്ടാണ് ഈ രാഷ്ട്രീയ കൊലപാതകത്തിന് എല്ലാവരും ഉത്തരവാദികളാണ്. RSSും BJPയും അതുപോലെ CPMും മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരവരുടെ നിലവാരങ്ങളിൽ നിന്ന് പല ഘട്ടങ്ങളിൽ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതാണ് പറഞ്ഞത് നിയമസഭയ്ക്കകത്ത്. അത് വെറുതെ തൽക്കാലം മുഖരക്ഷിക്കാൻ പറഞ്ഞതല്ല. കാര്യം സംഭവിച്ച കാര്യത്തിന്മേൽ ഏത് സർക്കാരിനും, ഇപ്പം നിങ്ങൾ ഭരിച്ചാൽ പോലും കഴിയുന്ന രീതിയിൽ വേഗത്തിൽ നടപടി സ്വീകരിച്ചുകൊണ്ടും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാതിരിക്കുന്നത് പ്രദർശിപ്പിച്ചുകൊണ്ടും അവർക്ക് പാർട്ടി ബന്ധമുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ടുമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊരു പൊതു സ്വഭാവമായി കാണാൻ ഒരവസരം RSS BJPക്ക് ഉണ്ടായിരുന്നു. അവരും കൂടി ചേർന്ന് നിശ്ചയമായും ദൗർഭാഗ്യകരമായ സംഭവം ആവർത്തിക്കാതിരിക്കാൻ നാം എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കുകയായിരുന്നു. ആ ജില്ലയിലെ കുടിപ്പകയടക്കമുള്ള വികാരങ്ങളോടെ പ്രവർത്തിക്കുന്ന പാർട്ടി സഖാക്കളോ അല്ലെങ്കിൽ സംഘപരിവാരികളെയോ ഒക്കെ പരിഹരിക്കാനുള്ള ശിഷ്ടം ജനതയുടെ ജനാധിപത്യ സെൻസിബിലിറ്റിയോട് ഉയർന്നു നിൽക്കാൻ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ചരിത്രമൊരവസരം നിങ്ങൾക്ക് തന്നപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? അഫ്സ നടപ്പാക്കണം കേരളത്തിൽ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അല്പം വിവേകമുണ്ടെങ്കിൽ നടക്കുമോ? 1958 അഫ്സ നിയമം അത് രൂപപ്പെടുത്തിയ സമയത്ത് തന്നെ
ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് സ്വരൂപിക്കപ്പെട്ടത്. കാശ്മീരിലേക്ക് അത് എത്തിക്കുന്നതിന് ഒരു പാർലമെൻറ്റിൽ പാസ്സാക്കേണ്ടി വരും. അതുപോലെ കേരളത്തിൽ അഫ്സ വേണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് നിയമം വേണം. ഇതൊന്നും അറിയില്ലേ? നേരെ കയറി അഫ്സ നടപ്പാക്കണമെന്ന് ഗവർണറോട് പറയുമ്പോൾ ഗവർണർക്കൊരു പുച്ഛം തോന്നിയിട്ടുണ്ടാവില്ലേ? സ്വകാര്യമായി അങ്ങനെ ഒന്ന് ചിരിച്ചിട്ടുണ്ടാവില്ലേ? എന്താണ് ഈ RSS ഇവിടെ കാണിക്കുന്നതെന്ന്. അത് കണ്ടപ്പോൾ ശോഭാ സുരേന്ദ്രന് കരിയിളകി. അവർ പറഞ്ഞു ഗവർണറെ മാറ്റണമെന്ന്. എന്താ കാലിളക്കം? ഇതാ ഇപ്പോൾ സുരേഷ് എനിക്ക് പരിചയമുള്ള നല്ല മനുഷ്യനാണ്, പ്രസംഗിച്ചിരിക്കുകയാണ്. ഞങ്ങൾ കൈയും തലയും വെട്ടി വീഴ്ത്താൻ സഞ്ചാരം തുടങ്ങുകയായി, പിടിച്ചു നിർത്താൻ കഴിയില്ല. എന്താണ് സാർ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? കേരളത്തിൽ എത്ര RSSകാരുണ്ട്, എത്രയോ ഇരട്ടി ജനാധിപത്യവാദികളുണ്ട്. അവർ കൈയും കെട്ടി നോക്കി നിൽക്കുമോ? ഞാൻ പറയുന്നത് ഒരു വികാരപരമായി ഒന്നും ഞാൻ ഇത് പറയല്ല, ആഘോഷിക്കുകയല്ല. ഒരു കാര്യം കൃത്യമാണ്, ഒരു അവസരം വന്നാൽ ഉടനെ നിങ്ങളും വാളെടുക്കുന്നവർ സഞ്ചരിക്കുകയല്ല വേണ്ടത്. രാജഗോപാലിനെ കണ്ട് പഠിക്കൂ, നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അദ്ദേഹം എന്നാ നിയമസഭയിൽ പറഞ്ഞത്, കുറച്ച് അവ്യകളായ ആൾക്കാർ അതൊക്കെ പറയും, ശ്രദ്ധിക്കേണ്ട. രണ്ടു തരം അഭിപ്രായമുണ്ടല്ലോ സുഹൃത്തെ നിങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് തന്നെ. ഞാൻ രാജഗോപാൽജിക്കൊപ്പം നിൽക്കുന്നു. ഈ പ്രശ്നം അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടെ പരിഹരിക്കുകയാണ് ആഗ്രഹമെങ്കിൽ അതിന് ഗോഗ്വാവിളിയല്ല വേണ്ടത്, ഗവർണർക്കെതിരെ സഞ്ചരിക്കുകയല്ല വേണ്ടത്, അഫ്സയെ അറിഞ്ഞുകൂടാ നടപ്പാക്കിക്കളാ എന്ന് പറയുകയൊന്നുമല്ല വേണ്ടത്. തീർച്ചയായും. അപ്പം ആ നിലയ്ക്ക് മാറി ചിന്തിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വികാരപരമായ സ്വഭാവം, ഒരു ഇരുത്തം വന്ന അവസ്ഥ, അത് BJPക്കും വേണം, RSSനും വേണം. തീർച്ചയായും അത് തന്നെയാണ്. അത്തരം ശോഭാ സുരേന്ദ്രൻ അത്തരം വാക്കുകൾ പറയുമ്പോഴാണ് ശ്രീ രാജഗോപാൽ ഇവിടെ അങ്ങനെ പറഞ്ഞത്. തീർച്ചയായും അത് ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. BJPക്ക് രണ്ട് പക്ഷമുണ്ട് അതിനുള്ളിലെന്ന്. അങ്ങനെയാണെങ്കിൽ ആ സമാധാന പക്ഷത്തെ കൂടുതൽ ഊർജ്ജവത്താക്കേണ്ട നടപടിക്രമങ്ങൾ രാഷ്ട്രീയമായി കേരളത്തിന് കൂടിയുണ്ട്. അതിന് CPIM അടക്കം മുൻപോട്ട് വരും. തീർച്ചയായും ശ്രീ A. സജീവൻ, അതായത് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ, അതായത് കണ്ണൂരിലെ SFI നേതാവ് തന്നെയാണ് ഇതിനെതിരെ ഈ വ്യാജ പ്രചരണം നടത്തുന്നു വീഡിയോ ഉപയോഗിച്ച് എന്നതിലേക്ക് പോകുന്നത്. അത് BJPയുടെ സമീപനത്തെയാണോ സൂചിപ്പിക്കുന്നത്? അതേക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും കേസെടുത്തുകൊള്ളൂ എന്ന് കുമ്മനം ധൈര്യപൂർവ്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് കണ്ണൂർ SP അന്വേഷിക്കാനും ഇരിക്കുകയാണ്. തീർച്ചയായും അതിനെക്കുറിച്ചൊരു പ്രജുഡീസ്, ഒരു മുൻവിധി നമുക്ക് ശരിയല്ല. എങ്കിൽ പോലും ആ സാഹചര്യത്തെ പരിശോധിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായി വിലയിരുത്തേണ്ടത്? ശ്രീ സജീവൻ, ദൃശ്യങ്ങൾ CPI നേതാക്കന്മാർ പറഞ്ഞ പോലെ വ്യാജമാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു ദൃശ്യം ട്വീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്ഥാപിക്കാനുള്ള ചുമതല ബന്ധപ്പെട്ട നേതാവിനാണ്, കുമ്മനത്തിനാണ്. അദ്ദേഹം പറയേണ്ടിയിരുന്നു അത് കൃത്യമായിട്ട് സ്ഥാപിക്കുക, ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. അതിന് കുറേ കൂടി നമ്മളൊക്കെ കണ്ടതാണല്ലോ, അതിൽ വ്യക്തതയില്ല. എന്താണ്, എവിടെയാണ്, എപ്പോഴാണ് നടന്ന, ആരൊക്കെയാണെന്ന് പോലും മനസ്സിലാവാത്തൊരു കാര്യമാണ്. അത് ഇതുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തണം. അതിന് അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എനിക്കെതിരെ കേസ് കൊടുത്തുള്ളൂ. അദ്ദേഹത്തിനെതിരെ കേസ്, അദ്ദേഹം ഒരു പരാതിയാണല്ലോ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് വേണ്ട, അദ്ദേഹം ജയിലിൽ പോകാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞു. അതല്ലല്ലോ വേണ്ടത്. അപ്പം സ്വാഭാവികമായിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കണം. ഞാനിപ്പോഴും അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയുന്നില്ല. അത് ശരിയാണെങ്കിൽ അങ്ങനെ ഒരു കൊലപാതകം നടന്നതിന് ശേഷം വലിയൊരു ആഹ്ലാദ പ്രകടനം നടന്നിട്ടുണ്ടെങ്കിൽ അത് കൊലപാതകം പോലെ തന്നെ ഒരു വലിയ ക്രിമിനൽ കുറ്റമാണ്. അതേ സമയത്ത് ഇങ്ങനെ കൊലപാതകത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തെറ്റായ ഒരു ദൃശ്യമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളതെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് അത് മറ്റുള്ള ആളുകളിൽ അങ്കലാപ്പുണ്ടാക്കുകയും ഇതേപോലെ വികാര പ്രകടനം നടത്താൻ, ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രേരണയായി മാറുകയും ചെയ്യും. തീർച്ചയായിട്ടും അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തിയിട്ട് തെറ്റുകാർ CPMകാരാണെങ്കിൽ സ്വാഭാവികമായിട്ട് നടപടിയെടുക്കണം. അതല്ല ഇക്കാര്യത്തിൽ തെറ്റുകാരൻ കുമ്മനമാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിൽ രാഷ്ട്രീയമല്ല, ഇതൊരു വലിയ പ്രശ്നമാണ്. ജനങ്ങൾക്ക് ഒരു കൊലപാതകം നടന്നിട്ട് പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും ഭീകരമായ, അങ്ങനെയെങ്കിൽ ഒരു മുൻകൂട്ടി ചോദ്യമില്ല. അങ്ങനെയെങ്കിൽ ശ്രീ ആരിഫ് MLA, അതായത് അങ്ങനെയെങ്കിൽ തീർച്ചയായും കുമ്മനത്തിനെതിരെ നടപടി എടുക്കുമോ എന്ന് ശ്രീ A. സജീവൻ മുമ്പോട്ട് വെച്ച പോലെ ഒരു ചോദ്യം ഞാനിവിടെ ചോദിക്കുന്നില്ല. എനിക്ക് ചോദിക്കാറുള്ള ഇതാണ്, എണ്ണത്തിൽ കൂടുതലും കൊല്ലപ്പെട്ടത് ഒരു പക്ഷേ നിങ്ങളുടെ ആൾക്കാരാകാം. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ കൊല്ലപ്പെട്ട് വീഴുമ്പോൾ അല്ലെങ്കിൽ താഴെ വീഴുമ്പോൾ, മരിച്ചു വീഴുമ്പോൾ ഒരു പക്ഷേ ഈ രീതിയിലുള്ള ഇவ்விധത്തിലുള്ള ചർച്ചകളും ദേശീയ തലത്തിലൊന്നും ഉണ്ടാക്കാൻ ഒരു ശ്രമവും നടക്കാറുമില്ലായിരിക്കാം. അതും ശരിയായിരിക്കാം. പക്ഷേ BJPക്ക് കേരളത്തെ സംബന്ധിച്ചുള്ളതിനേക്കാൾ വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുത്താനുള്ള രാഷ്ട്രീയ പരിഹാരമെന്ത്? നിങ്ങളുടെ പക്കൽ നിങ്ങളുടെ സർക്കാരാണ് ഭരിക്കുന്നത്. അത് പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യാം.
ഒന്നാമത് ഞങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഞാൻ പറയാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിനകത്ത് ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ RSS പ്രവർത്തകർ വേട്ടയാടപ്പെടുന്നു എന്ന് ഇന്ത്യയിലൊട്ടാകെ പ്രചരിപ്പിക്കുക. ഇന്ത്യയിലൊട്ടാകെ പ്രചരിപ്പിച്ചിട്ട് കേരളത്തിൽ കേന്ദ്രഭരണത്തിന് ഇടപെടാൻ പറ്റുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിത്തീർക്കുന്ന ഒരു കള്ളപ്രചാര വേല സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതുകൊണ്ടാണ് എണ്ണത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തെക്കുറിച്ചും ശ്രീ രാധാകൃഷ്ണൻ മറുപടി പറയായിരുന്നു. അതുകൊണ്ടാണ് അതാണ് അവർ ഉദ്ദേശം. അതിനൊക്കെ അവർ സൈലൻ്റ് ആവുന്ന വഴിയാണ്. കേരളത്തിൽ ഇവർ ഞാൻ പറഞ്ഞില്ല, ഒറ്റ മാധ്യമ വാചക തലക്കെട്ട് മാത്രം നോക്കിയാൽ ഞാൻ അത് മാത്രമേ പറയൂ. CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ടാൽ CPIM പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചു. ഇതാണ് മാധ്യമങ്ങളുടെ തലവാചകം. വായിച്ച് അടിയിലെത്തുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രതികൾ RSS പ്രവർത്തകരാണെന്ന് പറയപ്പെടുന്നു. നേരെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ RSS പ്രവർത്തകനെ CPIM പ്രവർത്തകർ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി. ഹെഡിങ് വായിച്ചാൽ മതി, കൃത്യം കിട്ടും. ഇതാണ് തന്ത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മാധ്യമതന്ത്രത്തിൻ്റെ ഇരകളാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലൊട്ടാകെ ഇങ്ങനെ പ്രചരിപ്പിച്ച് ഇവിടെ വലിയ RSS വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൻ്റെ ഭരണസ്വാധീനവും മറ്റു പല സ്വാധീനവും ഇങ്ങോട്ട് മേടിച്ചെടുക്കുക, ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങനെ തങ്ങളുടെ സ്വാധീനത്തെ വർദ്ധിപ്പിക്കാൻ പറ്റുമോ എന്ന ഒരു കുതന്ത്രമാണ് ഇവരിവിടെ ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവരുടെ ദേശീയ നേതൃത്വം. ഇവിടെ ഓരോരുത്തരും കേന്ദ്രമന്ത്രിമാർ, ഓരോരുത്തരും ഇവരുടെ ദേശീയ നേതാക്കന്മാർ എല്ലാം ഇങ്ങനെ മിണ്ടി തീരുമ്പോൾ ഉടനെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ ബഹുമാനപ്പെട്ട ശ്രീ സുരേന്ദ്രബാബു പറഞ്ഞതുപോലെ എത്രയോ ഇതിനേക്കാളൊക്കെ തലശ്ശേരി സംഭവങ്ങൾ കടക്കുമ്പോൾ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി താരതമ്യം ചെയ്താൽ കുറഞ്ഞു വരികയാണ്. ആ കുറഞ്ഞു വരുന്ന സന്ദർഭത്തിൽ പോലും പഴയതിൻ്റെ കണക്കൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ഭരണത്തെയും ഭരണ സംവിധാനങ്ങളെയും എല്ലാം ഉപയോഗപ്പെടുത്താനുള്ള തന്ത്രമാണ്. പക്ഷേ എന്നിരുന്നാലും ഇത് മനസ്സിലാക്കി തീർച്ചയായും അതിനോട് CPIM വളരെ ജാഗ്രതയോടുകൂടി നീങ്ങേണ്ട ഒരു സന്ദർഭം തന്നെയാണ്. ആ മനസ്സിലാക്കി തന്നെയാണ് ഗവൺമെൻറ് ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത്. പാർട്ടി ആ നിലയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇത് ഇല്ലാതാക്കി വരാനുള്ള ഉത്തരവാദിത്തത്തിൽ CPIM അതിൻ്റെ പങ്ക് നിർവഹിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഈ ഒടുവിൽ നടന്ന ദൗർഭാഗ്യകരമായ സംഭവം. തീർച്ചയായും അത് തന്നെയാണ്. ഇരവാദമുയർത്തി RSS വല്ലാതെ വിലസേണ്ട, കാരണം ഓലപ്പാമ്പിനെ കാട്ടി ഞങ്ങളെ പേടിപ്പെടുത്തേണ്ട എന്ന കോടിയേരിയുടെ മറുപടി തന്നെ തൃപ്തികരമാണ്. പക്ഷെ എന്തായിരുന്നാലും മനുഷ്യൻ മരിച്ചു വീഴാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുക തന്നെ ചെയ്യണം. അതിനായി എല്ലാവരും കൈകോർക്കണം. അതിനായി രാഷ്ട്രീയ ജാഗ്രതയും ഉണ്ടാകണം. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ